ആലപ്പുഴ ജില്ലയിൽ അർത്തുങ്കൽ എന്ന തീരദേശ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക അഥവാ അർത്തുങ്കൽ പള്ളി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളി ക്രിസ്ത്യാനികൾക്കും മറ്റ് മതവിഭാഗക്കാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ആ ഒരു മനോഹാരിത വിളിച്ചോതുന്ന നിർമ്മിതിയാണ് ഈ ദേവാലയം. കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രത്തിലും വിശ്വാസത്തിലും പ്രധാന സ്ഥാനമുള്ള ഈ ദേവാലയം വിദേശികളെയും സ്വദേശികളെയും അടക്കം ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ വിശുദ്ധ സെബസ്ത്യാനോസ് ആണ്. രോഗശാന്തിക്കും പകർച്ചവ്യാധികൾക്കും ശമനം നൽകുന്ന അത്ഭുത പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഈ വിശുദ്ധൻ്റെ രൂപം കാണാനും വണങ്ങാനും അനേകം ആളുകൾ ഇവിടേക്ക് എത്തുന്നു. 1530-കൾ മുതൽ ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും 1581-ൽ ആദ്യമായി ഇവിടെ ഒരു ദേവാലയം പണിയുകയും ചെയ്തു. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന പുതിയ ദേവാലയം പണിയാൻ 1581-ൽ പണിത പഴയ പള്ളി പൊളിച്ചു നീക്കിയില്ല എന്നുള്ളതാണ്. പകരം അതിനെ പരിരക്ഷിച്ച് പുതുക്കി പണിത് ഇപ്പോഴും ഈ പള്ളിക്ക് പുറകിലായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. പണ്ട് ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്ന മുത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ എന്ന ഈ സ്ഥലം. 1560 മുതൽ ഇവിടുത്തെ നാട്ടുകാരായ ക്രൈസ്തവരും മിഷണറിമാരും ഒരു ദേവാലയം പണിയുന്നതിന് മുത്തേടത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല. എന്നാൽ നിരന്തരമായ അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളുമൊക്കെ പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകി. ഇപ്രകാരം 1581-ൽ അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമധേയത്തിൽ തടിയിലും ഓലയിലും വടക്കോട്ട് ദർശനമായി വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ 30-ന് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു. ഫാദർ ഗാസ്പർ പയസ് ആയിരുന്നു ആദ്യ വികാരി. പിന്നീട് 1584-ൽ ഫാദർ ജക്കാമോ ഫെനീഷ്യോ വികാരിയായി ചുമതലയേൽക്കുകയും പള്ളി നവീകരിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തു. യൂറോപ്യൻ പുരോഹിതനായ അദ്ദേഹത്തെ അവർ വെളുത്തച്ഛനെന്ന് ആദരപൂർവ്വം വിളിച്ചു. പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിനെ വെളുത്തച്ഛനെന്ന് ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി. 1632-ൽ ഫാദർ ജക്കാമോ ഫെനീഷ്യോ മരണമടയുകയും പഴയ പള്ളിയുടെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു. ഈ പഴയ പള്ളിയുടെ നിർമ്മിതിക്ക് ശേഷം 1640-ലാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം ഇറ്റലിയിലെ മിലാനിൽ നിന്ന് കപ്പലിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത്. കപ്പൽ ഇവിടെ തീരത്തിനടുത്തെത്തിയപ്പോൾ കപ്പിത്താന് ആ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കണമെന്ന് സ്വപ്നമുണ്ടാവുകയും തുടർന്ന് പുണ്യാളൻ്റെ തിരുസ്വരൂപം ഈ പഴയ പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നും ചരിത്രം പറയുന്നു. ലോകം മുഴുവൻ പകർച്ചവ്യാധികൾ ധാരാളമായി വ്യാപിച്ച ആ സമയത്ത് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുസ്വരൂപവും വഹിച്ച് ലോകം ചുറ്റിക്കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ മാറുമെന്ന ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് കപ്പൽ മാർഗം തിരുസ്വരൂപം ഈ തീരത്തെത്തിയതും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതും. അങ്ങനെ പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനായി പുണ്യാളൻ അറിയപ്പെടുകയും ആളുകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഈ പഴയ ദേവാലയത്തിൽ വെച്ചാണ് വാഴ്ത്തപ്പെട്ട വിശുദ്ധ ചാവറയച്ചൻ പൗരോഹിത്യം സ്വീകരിച്ചത്. 1967-ൽ പണി കഴിപ്പിച്ച പുതിയ ദേവാലയമാണ് ഇത്. പഴയ പള്ളിയേക്കാൾ വളരെ വലുപ്പമേറിയതും കൂടുതൽ വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പോർച്ചുഗീസ് ഇൻഡോ യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനം ഈ പള്ളിയുടെ നിർമ്മാണത്തിലും കാണാൻ കഴിയും. ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് ഇരുവശത്തുമായി 2 വലിയ ഗോപുരങ്ങളുണ്ട്. അവ ഈ ദേവാലയത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. വളരെ വലിയൊരു ആനാംവാതിലാണ് ഈ ദേവാലയത്തിനുള്ളത്. അതിബൃഹത്തായ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഒരു പുരാതന നിർമ്മിതിയാണ് ഈ ദേവാലയത്തിലെത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശാലമായ ഒരു അകത്തളമാണ് ഈ ദേവാലയത്തിനുള്ളത്. ഉയർന്ന മേൽക്കൂരയും വലിയ തൂണുകളും കമാനങ്ങളുമൊക്കെ അകത്തളത്തിന് ഗംഭീരമായ ഒരു പ്രതീതി നൽകുന്നു. പള്ളിയുടെ ഭിത്തികളിലും മേൽക്കൂരകളിലുമൊക്കെ മനോഹരമായ ചിത്രങ്ങളും കൊത്തുപണികളുമൊക്കെ കാണാം. ക്രിസ്തീയ പാരമ്പര്യത്തിലെ കഥകളും സന്ദർഭങ്ങളുമൊക്കെ വിവരിക്കുന്നവയാണവ.
അർത്തുങ്കൽ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം. ഇറ്റലിയിലെ മിലാനിൽ നിന്ന് കൊണ്ടുവന്ന ഈ രൂപം പെരുന്നാൾ ദിവസം പുറത്തേക്കിറക്കുമ്പോൾ പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കും എന്ന് പറയപ്പെടുന്നു. പള്ളിയുടെ അൽത്താരയിൽ ഉദ്ധിതനായ ഈശോയുടെ രൂപവും അതിനു മുകളിലായി ക്രൂശിതനായ ഈശോയുടെ രൂപവുമാണ് വെച്ചിരിക്കുന്നത്. അൽത്താരയുടെ വലതുഭാഗത്ത് യൗസേപ്പിതാവിൻ്റെയും സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും ഒക്കെ രൂപക്കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇടതുഭാഗത്തായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ആന്ത്രയോസ് പുണ്യാളൻ്റെയും ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെയും ഒക്കെ രൂപക്കൂടുകളും കാണാൻ സാധിക്കും. ഈ പള്ളിയുടെ പുറത്ത് പള്ളിക്ക് ചുറ്റുമായി ഈശോയുടെ പരസ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും സന്ദർഭങ്ങളുമൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഈശോയുടെ ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള സംഭവങ്ങളും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണവുമൊക്കെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചതും കാണാതായ ബാലനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയതും പിന്നെ ഈശോയുടെ ജ്ഞാനസ്നാനവും കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവങ്ങളും ഗെത്സമനിലെ ഈശോയുടെ പ്രാർത്ഥനയും ഈശോയുടെ അന്ത്യത്താഴവുമൊക്കെ ഇവിടെ അതിമനോഹരമായി പണിതു വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. 1581 മുതൽ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക ഇവിടെ ഉണ്ടെങ്കിലും 1640 വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം ഇവിടെ കൊണ്ടുവന്നത് മുതലാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് 380 വർഷക്കാലമായി എല്ലാ വർഷവും ജനുവരി മാസം 10-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഇവിടെ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്നു. ഇവിടുത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ആകർഷണം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പള്ളിയിൽ നിന്ന് കടൽ തീരത്തേക്കും അവിടുന്ന് തിരികെ പള്ളിയിലേക്കും കൊണ്ടുപോകുന്ന ആചാരപരമായ പ്രദക്ഷിണമാണ്. ജനുവരി 10-ന് കൊടിയേറ്റോടുകൂടി പെരുന്നാൾ തുടക്കം കുറിക്കും. ജനുവരി 20 മുതൽ 27 വരെയാണ് പ്രധാന തിരുനാൾ ദിവസങ്ങൾ. ജനുവരി 20-ന് നടക്കുന്ന തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിന് മുകളിൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ കാണാൻ സാധിക്കും. കഴുകന്മാർ പരിക്കേറ്റ വിശുദ്ധനെ എങ്ങനെ പരിപാലിച്ചു എന്നതിൻ്റെ ഐതിഹ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കാഴ്ച അന്നേ ദിവസം അതിനിഗൂഢവും ആദരണീയവുമായ പ്രഭാവലയത്തിന് മാറ്റുകൂട്ടുന്നു. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഇവിടുത്തുകാരുടെ മാത്രം ആഘോഷമല്ല, കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന തിരുനാൾ ആഘോഷമാണ്. ജനുവരി 10-ന് ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുന്നത്. ആദ്യം ആലപ്പുഴ കത്തീഡ്രലിൽ എത്തിച്ച ശേഷം പിന്നീട് തുമ്പോളി പള്ളിയിൽ എത്തി മാതാവിൻ്റെ പ്രാർത്ഥനാനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തുടർന്നാണ് അർത്തുങ്കലിൽ എത്തിക്കുന്നത്. അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടിയ വിശ്വാസികൾ കടൽ തീരത്ത് നിന്ന് പള്ളി വരെ മുട്ടിലിഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു. സ്വർണം, വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളുടെയും അമ്പ്, വില്ല് എന്നിവയുടെയുമൊക്കെ രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു. 2010 ജൂലൈ 9-ന് ഈ ദേവാലയത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തി. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ പദവി ലഭിച്ചത്. കേരളത്തിലെ 7-ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും ബസിലിക്കയാണ് അർത്തുങ്കൽ പള്ളി. ചരിത്രപരമായും സാംസ്കാരികപരമായുമൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഈ ദേവാലയം കേരളത്തിലെ ക്രിസ്ത്യൻ പൈതൃകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. വിശാലമായ ഉൾവശവും മനോഹരമായ അൾത്താരയും വർണ്ണാഭമായ ചില്ലുജാലകങ്ങളുമൊക്കെ ഈ പള്ളിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ശാന്തവും പ്രാർത്ഥനാപൂർണവുമായ ഒരു അന്തരീക്ഷം ഈ ദേവാലയത്തിൻ്റെ പരിസരം പ്രദാനം ചെയ്യുന്നു. വിശ്വാസികളുടെ ആത്മീയ ആശ്രയവും ചരിത്രാന്വേഷകരുടെ ആകർഷണ കേന്ദ്രവും മതസൗഹാർദ്ദവും ചരിത്രവും പൈതൃകവും വിശ്വാസവും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് അർത്തുങ്കൽ പള്ളി ഇവിടെ നിലകൊള്ളുന്നു.